നമസ്കാരം. ഞാൻ മ്യൂസിക്കിൽ അത് വേണ്ടെന്ന് പറഞ്ഞാണ്, പക്ഷെ അത് മാറ്റിയിട്ടില്ല. പിന്നെ ഒരു ബിൽഡപ്പ് ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും. വളരെയധികം സന്തോഷം. ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു ചെറിയ അസൂയ തോന്നാറുണ്ട്. കാര്യം വേറൊന്നുമല്ല, ഇവിടം വരെ എത്താനായിട്ടുള്ള ഒരു ത്രാണി എനിക്കുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ പല പ്രാവശ്യവും ഞാൻ എന്നോട് ചോദിക്കാറുള്ളതാണ്. പിന്നെ പല അവസരത്തിൽ വേറുള്ളവരും ചോദിക്കാറുണ്ട്. പക്ഷെ എന്നാലും ഞാനിങ്ങനെയൊക്കെ ആയേ പറ്റൂ എന്നുള്ള ഒരു തീരുമാനമാണ്, നിയോഗമാണ് എന്ന് എനിക്ക് തോന്നുന്നത്. സിനിമ എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ചെറുപ്പം മുതൽ സിനിമ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നതായിരുന്നു എൻ്റെ ഒരു ഹോബി. കാരണം ഈ അന്നൊക്കെ ഈ വലിയ നക്ഷത്രം, നാന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ വായിച്ചിട്ട് അല്ലെങ്കിൽ കൂടുതൽ സിനിമകൾ കണ്ടിട്ടുള്ള ഒരു അറിവുകൾ മാത്രമായിരുന്നു സിനിമയെ പറ്റി എനിക്കുള്ളൂ. അപ്പൊ എന്തെങ്കിലും സിനിമയിൽ ആയിത്തീരണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് സിനിമയിൽ വരുവും കുറെ പടങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ കുറെ അധികം സിനിമകൾ നിർമ്മിക്കാനായിട്ടും സാധിച്ചു. മാജിക് ഫ്രെയിംസ് എന്ന കമ്പനി അതിന്റെ പേരിട്ട് തരുന്നത് എൻ്റെ ആദ്യം സിനിമയുടെ തിരക്കഥാകൃത്ത് മിസ്റ്റർ ബോബി സഞ്ജയ് ആണ്. അപ്പോൾ തുടർന്നുള്ള ജീവിതത്തിൽ ഒരു 15 വർഷത്തെ സിനിമാ ജീവിതത്തിൽ നോക്കുമ്പോൾ ആ കമ്പനിയുടെ പേര് തന്നെ ഒരു അർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് ഫുൾ മാജിക്കാണ്. കാരണം എന്നിലുള്ള ഒരു വലിയ പാഷനാണ് ഈ സിനിമയായിട്ട് റിലേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യിക്കുന്നത്. പലർക്കും ഇത് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ ചിലപ്പോൾ അത് ചെയ്യണമെന്നില്ല. ചിലവർക്ക് പേടിയായിരിക്കും, ചിലവർക്ക് ഇതിൻ്റെയൊക്കെ പുറകെ നടക്കണ്ടേ, ഇത് ഓവർ ഹെഡേക്ക് എടുക്കുന്നത് ചിലവർക്ക് ഇഷ്ടമല്ലായിരിക്കും. എനിക്ക് കുറച്ച് ഹെഡേക്കുകളൊക്കെ എടുക്കുന്ന ഇഷ്ടമുള്ള കൂട്ടത്തിലായതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഇവിടെ കാട്ടിയതുപോലെ തന്നെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റിയത്. തിയേറ്റർ വ്യവസായം തുടങ്ങുന്നത് തന്നെ കോവിഡ് സമയത്താണ്. അപ്പോൾ എല്ലാവരും തിയേറ്റർ ക്ലോസ് ചെയ്യുന്ന സമയത്താണ് തിയേറ്റർ തുടങ്ങിയത്. ഇന്ന് 10-40 തിയേറ്ററുകളോളം നടത്തുന്നുണ്ട്. അതായത് ഓണർഷിപ്പിലായിക്കോട്ടെ, ലീസിനായിക്കോട്ടെ. അപ്പോൾ ഇതൊക്കെ ഒരു ആവേശമാണ്. അപ്പോൾ നമ്മളൊരു സിനിമ നിർമ്മിക്കുന്നത്, ഒരു സിനിമ നിർമ്മിച്ച് അതിന്റെ റിസൾട്ട് അറിഞ്ഞ് അടുത്ത സിനിമ എടുക്കാം. പക്ഷെ നമ്മൾ 2, 3, 4 സിനിമകളൊക്കെ എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ ഈ ഏജ് കിട്ടുന്ന ഒരു എന്താ പറയുക, അതിന് ഒരു ഭയങ്കര തീവ്രമായ ആഗ്രഹമാണ് എന്നോട് ചെയ്യിപ്പിക്കുന്നത്. ഇന്നിപ്പം ഞാൻ എന്നെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കാൻ പറ്റും. കുറച്ചൊരു 50 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ 10 വർഷത്തോടെ കഴിയുമ്പോൾ എനിക്കിതൊന്നും ചെയ്യാനായിട്ട് ചിലപ്പോൾ സാധിക്കത്തില്ല. അപ്പൊ എൻ്റെ ആഗ്രഹങ്ങളും ഓരോന്നിനോടുള്ള കാഴ്ചപ്പാടുകളും ഒക്കെ മാറും. അപ്പോ ഈ അവസരത്തിൽ ഞാൻ എങ്ങനെയാണോ സിനിമയിൽ വരാനായിട്ടൊക്കെ ഒത്തിരി പേരുടെ ഇങ്ങനെ പറയാൻ നടന്നിട്ടുണ്ട്. വീടുകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, മീറ്റിംഗ്സ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ സിനിമയുടെ എന്തായിട്ട് വരണമെന്ന് ഞാൻ തീരുമാനിച്ചില്ലെങ്കിലും സിനിമയിൽ വരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അന്നൊക്കെ ഒത്തിരി കഷ്ടപ്പാടായിരുന്നു. അപ്പം ഈ സിനിമ ഞാനെല്ലാം തുടങ്ങി കഴിഞ്ഞിട്ട് സിനിമ നിർമ്മിച്ച് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ഉദിച്ച ഒരു ആശയമാണ് സിഫ എന്ന് പറയുന്നത്, സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാദമി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിന്റെ സർക്കിളിൽ നിന്നോ അല്ലാത്തവരോ ഒക്കെ എന്നോട് ചോദിക്കാറുണ്ട്, സിനിമയിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആക്ടിങ്ങിൽ എന്തെങ്കിലും ആക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ സൗണ്ടിലാക്കാൻ പറ്റുമോ, ഇങ്ങനെ പലരുടെ റെഫറൻസിൽ ഇങ്ങനെ വരാറുണ്ട്. അപ്പം നമുക്ക് ചോദിക്കുന്ന എല്ലാവർക്കും അവസരം കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഇനിയിപ്പോ എനിക്ക് നോ പറയാൻ പറ്റാത്ത ആരെങ്കിലും എന്നോട് നിർബന്ധിക്കുമ്പോൾ ഞാൻ ആരുടെയെങ്കിലും പടത്തിലാക്കി വിടാനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് ഇവർക്ക് ഒന്നും അറിയത്തില്ല, ഇവർക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ഉടനെ അവർ ചിലപ്പോൾ നോ പറയായിരിക്കും. കാരണം ഈ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര തിരക്കിട്ട പരിപാടിയാണ്, ഭയങ്കര ബിസി. ആ ഒരു സിനിമ ഇറങ്ങുന്നത് വരെ എല്ലാവരുടെ മൈൻഡിലും തീയാണ്. അതായത് ഇത് വിജയിക്കണം എന്നുള്ള ഒരു തീ. അപ്പം ഇതിന്റെ അകത്ത് എല്ലാം കുറച്ചെങ്കിലും അറിഞ്ഞില്ലെങ്കിൽ അത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പം അങ്ങനെയുള്ള ഒരു അവസരത്തിൽ തോന്നിയ ഒരു ഐഡിയ ആണ് സിഫ എന്ന് പറയുന്നത്. അപ്പോൾ സിഫയിലേക്ക് ഇപ്പം എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകൾ നമ്മളോട് സിനിമയിൽ എന്തെങ്കിലും ആണ് എന്ന് പറയുമ്പോൾ ഉദിച്ച ആശയത്തിൽ നിന്നാണ് ഫോം ആകുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇങ്ങനെ വിദ്യാരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഫഹദിനോട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫഹദ് ചാപ്പാക്കുരിശിൽ അഭിനയിച്ചതിന് ശേഷം എനിക്ക് ഫഹദുമായിട്ട് സിനിമ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുവാണ്, ഫഹദ് അന്ന് ഞാൻ 2011 ആ സിനിമ ചെയ്യുമ്പോൾ ഞാൻ ശമ്പളം അപ്പൊ ഇവൻ കൊടുത്തില്ല.
അത് തീർന്നെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാവും. അപ്പൊ ഞാൻ ശമ്പളം ചോദിച്ചു കഴിഞ്ഞപ്പോ ഫഹദ് എന്നോട് പറഞ്ഞു, അല്ല ലിസ്റ്റ് എന്താന്ന് വെച്ചാൽ തന്നാ മതി. അല്ല ഫഹദ് എന്താന്ന് വെച്ചാൽ ഒന്ന് പറയാമോ, പിന്നെ ഈസിയാണ്. അപ്പോ അന്ന് ഫഹദ് എന്നോട് പറഞ്ഞു, ഞാൻ ടൂർണമെന്റ് ചെയ്തത് 65,000 രൂപയ്ക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫഹദാണ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനേക്കാൾ കൂടുതൽ അതിനകത്ത് അഭിനയിച്ചത്. A to Z ഫുൾ എന്താ പറയുക, എനർജിയിൽ ആ ഒരു സിനിമയുടെ ഡയറക്ടറായിട്ട്, റൈറ്ററായിട്ട്, ഒരു നടനായിട്ട് എല്ലാ രീതിയിലും ഫഹദ് ആ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കൊടുത്തത് ഫഹദ് ഫാസിലിന് 1 ലക്ഷം രൂപയാണ് ശമ്പളം കൊടുത്തത്. ആ ഫഹദ് ഇന്ന് എവിടെയോ എത്തി നിൽക്കുന്നു. ഇന്ന് ഫഹദിന് 5 കോടി കൊടുത്താലും ചിലപ്പോൾ കിട്ടത്തില്ല, 10 കോടി കൊടുത്താലും കിട്ടത്തില്ല. അതാണ് സിനിമ എന്ന് പറയുന്ന ഒരു മാജിക്. ഒരു സിനിമയില് കൈത്തും ദുരിതം എന്ന് പറയുന്ന ഒരു സിനിമയിൽ വന്നിട്ട് ഒരു ഗ്യാപ്പ് വന്നിട്ട് വീണ്ടും ടൂർണമെന്റ് ചെയ്ത് പിന്നെ കേരള കഫേയിൽ റോൾ ചെയ്തിട്ട് ചാപ്പാക്കുരിശിലേക്ക് ആയിട്ട് വന്നു. പക്ഷെ ഈ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂല് കൊടുത്തപ്പോഴും ഫഹദിന്റെ ഏതാണ് ബെസ്റ്റ് 1 ഓഫ് ദ ഫിലിം ഏത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചാപ്പാക്കുരിശാണ് പറഞ്ഞത്. ഞാൻ അത് ഇപ്പോഴും സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഫഹദിന്റെ ഇന്റർവ്യൂ അത് മറന്നുപോയെങ്കിലൊന്ന് കാട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കും വേണമല്ലോ ഒരു എന്തെങ്കിലും ഒരു മാജിക്. അപ്പൊ ആ ഫഹദ് ഇന്ന് നിൽക്കുന്ന എല്ലാ പാൻ ഇന്ത്യ ലെവലിലെ എല്ലാ ലാംഗ്വേജിനും വേണ്ട ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞു വന്നത്, പുതിയ ആളുകൾ ഇതിലേക്ക് കടന്നു വരുമ്പോൾ ഫഹദ് എന്ന് പറയുന്ന ഫാസിൽ സാർ എന്ന് പറയുന്ന അത്രയും വലിയ ഡയറക്ടറെ ഒരു മകനായിട്ട് വന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു ഉദ്ദേശിച്ച അന്ന് ആ ഒരു റിസൾട്ട് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കിട്ടാത്തപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു സ്കൂളിൽ നിന്നൊക്കെ ലീവ് എടുക്കുന്ന ചെറിയൊരു ലീവ് എടുത്ത് പോയിട്ട് വന്ന ഒരു കംബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫഹദിനെ പിടിച്ചാൽ കിട്ടാത്തൊരു ഫഹദായിട്ടാണ് മാറിയിരിക്കുന്നത്. അപ്പം ആ ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്, അഭിനയം എന്ന് പറയുന്ന ഒരു കാര്യത്തോടുള്ള അദ്ദേഹത്തിന്റെ പൂർണ്ണ ഡെഡിക്കേഷൻ. അപ്പൊ അതെല്ലാം പുതിയ സിനിമയിലേക്ക് കടന്നു വരുന്ന ആളുകൾ കണ്ടു മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഇപ്പൊ ബ്ലിസിയേട്ടനാണെങ്കിലും ഡയറക്ഷനിലേക്ക് വന്നപ്പോൾ ഒരു സിനിമയായിട്ട് ആടുജീവിതമായിട്ട് എത്രയോ വർഷങ്ങൾ അതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചു. അപ്പോൾ എത്രയോ സംസ്ഥാന അവാർഡുകൾ പിന്നെ എത്രയോ വലിയ കളക്ഷൻ കിട്ടിയ ഒരു സിനിമയാണ്. എന്തോ ദേശീയ അവാർഡ് മാത്രം അതിൽ നിന്ന് മിസ്സായി. ഇനി ഞാനായിരുന്നു ആ പടം ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത്, ഞാൻ പൃഥ്വിരാജും കൂടെ ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ അത്രയും ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സിനിമാ ഫീൽഡിൽ നിൽക്കാനായിട്ട് പറ്റൂ. പിന്നെ ഞാൻ എടുത്തു പറയുന്ന ബോബി സഞ്ജയ് ഉണ്ട്, രാധാകൃഷ്ണൻ ഉണ്ട്, മ്യൂസിക് ജെയ്ക്സ് വിജയ് ഉണ്ട്, ഷാൻ ഉണ്ട്, അഭിനന്ദുണ്ട്, എല്ലാവരും ശ്രീജേജി ഉണ്ട്. അപ്പം എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഓരോരുത്തരും ഈവൻ വരണം. ഇന്ന് സിനിമയുടെ ഒരു കാര്യം പുതിയതായിട്ട് വിദ്യാരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു പ്രസൻസ് വേണം. ഷമീർ ഉണ്ട്, ഷായി ചേട്ടന്റെ സിനിമകൾ കണ്ട് നമ്മളൊക്കെ അത്രയും എന്താ പറയാ ഫാനായിട്ടുള്ള ആളാണ് ഷായി ചേട്ടൻ. അപ്പൊ ഷായി ചേട്ടനെ ഇതിന്റെ ചെയർമാനായിട്ട് നിർത്തിക്കൊണ്ടിട്ടാണ് നമ്മൾ ഈസിഫ എന്ന് പറയുന്ന ഒരു കാര്യം നടത്തിക്കൊണ്ടിട്ട് പോകുന്നത്. കാര്യം ഈ സിനിമയ്ക്ക് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ വലിയ ബ്രാൻഡ് അംബാസഡറൊക്കെ വേണമെന്നുണ്ട്. പക്ഷെ നടന്മാരുടെയൊക്കെ എടുത്ത് ചെല്ലുമ്പോൾ ഭയങ്കര റേറ്റ് ആയതുകൊണ്ടിട്ട് ഞാനും ഷായി ചേട്ടൻ തന്നെ ബ്രാൻഡ് അംബാസഡറായി മാറുകയായിരുന്നു ഇതിനകത്ത്. അപ്പൊ അതുകൊണ്ടിട്ടാണ്. അപ്പോ ഞാൻ തമാശ പറഞ്ഞാണ്. പക്ഷെ ഇതിനോടുള്ള ഒരു പാഷൻ കൊണ്ടിട്ട് മാത്രമാണ് ഇത്രയും പരിപാടികൾ കാട്ടിക്കൂട്ടിയത്. അപ്പൊ ഇന്ന് ഈ അവസരത്തിൽ ഞാൻ വിളിച്ചപ്പോ അല്ലെങ്കിൽ ഞങ്ങൾ വിളിച്ചപ്പോ നിങ്ങൾ എല്ലാവരും വന്നു. ഈ വന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന പുതിയതായിട്ട് പഠിക്കാൻ വന്ന സിനിമയെ ഒരു പാഷനാക്കി മാറ്റുന്ന, സിനിമയിൽ എന്തെങ്കിലും ആവണം, ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ആവണം എന്ന് ഉദ്ദേശിക്കുന്നവരുടെ ഒരു ഫംഗ്ഷനിലേക്കാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചത്. അപ്പം നിങ്ങളുടെയൊക്കെ പ്രസൻസ് അവർക്ക് വലിയൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഇന്ന് ഈ ഫംഗ്ഷന് ഞങ്ങൾ വിളിച്ചിട്ട് വന്ന എല്ലാവരോടും സിഫയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദി ആദ്യമേ അറിയിക്കുകയാണ്. താങ്ക്സ്. ഒരാളുടെ പേര് മാത്രം വിട്ടുപോയി. പെട്ടെന്ന് സിനിമയിൽ നിന്ന് മാറി സിനിമ ഏറ്റവും കൂടുതൽ എല്ലാ സിനിമകളും അതേപോലെ കാണുന്ന റിലീസിംഗ് ഡേറ്റിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ കാണുന്ന സിനിമാ നടൻ അല്ലെങ്കിലും നമ്മുടെ രാഷ്ട്രീയ നേതാവ് ഹൈബിയുടെ നമ്മുടെ MP ആണ്. നമ്മൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ അവസരത്തിൽ ഓടി വരുന്നത് എപ്പോഴാണ് സമയം മാത്രമേ ചോദിച്ചുള്ളൂ. സോ ഹരി സാറിനോടും ഞങ്ങളെ നന്ദി അറിയിക്കുകയാണ്. സോറി, ഞാൻ വിട്ടുപോയതാണ്. Sir and Shashi Gele sir. It's like
ഷാജി കലസർ. Guest Fahad Fasil. Sanjay sir and Fahad Fasil. Shah Rahman and Jakes Bijon. Srija Ravi and Steffi Xavier. Abhinandan Ramanujan and Shemi Muhammad. Liju Prabhakar and Nitin. Vijay Garvada, Vijay. Abhinandan Ramanujan. ഇവർ മൂന്നുപേരുമാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ നട്ടലായിട്ട് നിലകൊള്ളുന്ന മൂന്നാളുകൾ. സ്പീക്കർ ബിസിനസ് സ്റ്റീഫൻ ആൻഡ് ഷാജി കലസർ. നല്ലൊരു ധൈര്യമാണ്. Thank you, dearest guest. Thank you, dearest guest. ബഹുമാന്യരെ സുഹൃത്തുക്കളെ, കുറച്ച് തിരക്കുകളുള്ളതുകൊണ്ടാണ് ബ്ലെസ്സി സാറും ശ്രീ ഷാജി കൈലാസും ശ്രീ ഫഹദ് ഫാസിലും എല്ലാം സംസാരിക്കുന്നതിന് മുമ്പ് സംസാരിക്കുന്നത്. കാരണം ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാഡമി എന്ന ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഒരു പാഷൻ പിന്തുടർന്ന് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ സിനിമ കാണാൻ പോകുമ്പോൾ മാജിക് ഫ്രെയിംസിന്റെ പേര് വന്നു കഴിഞ്ഞ് ഈ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫ്രഷ്നെസ് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അത് ഏത് സിനിമയിൽ എത്തി നിൽക്കുമ്പോഴും ആ ഒരു വൈബ്രന്റ് കളേഴ്സ് കൊണ്ടാണോ, ലിസ്റ്റിന്റെ പേരെഴുതിയ പ്രത്യേകത കൊണ്ടാണോ, എപ്പോഴും അത് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ ലിസ്റ്റിന് താഴോട്ട് പ്രസംഗം കഴിഞ്ഞ് വന്നപ്പോൾ ചോദിച്ചു, ഏത് കോളേജിലാണ് പഠിച്ചത്? ഉഴവൂർ സെന്റ് സ്റ്റീഫൻസിലാണ് പഠിച്ചത്. നമ്മൾ രാഷ്ട്രീയം വല്ലതും ഉണ്ടായിരുന്നു അവിടെ? പറഞ്ഞില്ല. കാരണം എനിക്കൊരു ചെറിയ പേടിയുണ്ടായി. പ്രസംഗവും കൂടി കഴിഞ്ഞപ്പോൾ എല്ലാ സാധനം കയ്യിലുള്ളത് കൊണ്ട് ഇനി രാഷ്ട്രീയത്തിലേക്ക് കൂടി വരുമോ എന്നൊരു ചെറിയ ഭയം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അതില്ല എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതൊരു വലിയ ആശ്വാസമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഫഹദിനെ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞു. മലയാള സിനിമ ചെറിയ ബഡ്ജറ്റിൽ ഉണ്ടാക്കുന്ന സിനിമയാണ്. ഫഹദ് അഭിനയിക്കുന്ന കന്നഡ, തെലുഗു സിനിമകളൊക്കെ ആണെങ്കിൽ വലിയ പണം മുടക്കി ചെലവഴിച്ചിറക്കുന്ന സിനിമകളാണ്. പക്ഷേ നമ്മൾ റോഡുകളിലും പാലങ്ങളിലും ഇൻഫ്രാസ്ട്രക്ചറിലും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ഒരു ക്രിയേറ്റീവ് ഇക്കോണമി എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക്, സിനിമ പോലെയുള്ള മേഖലകളിലേക്ക് വളരെ സീരിയസ് ആയി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സർക്കാരുകൾ തയ്യാറാണ്. അതിൻ്റെ കാരണം നമ്മൾക്കൊരു റാമോജി ഫിലിം സിറ്റിയോ അതുപോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്സോ അതുപോലുള്ള സ്ഥാപനങ്ങളോ അരീനാസോ പ്ലാറ്റ്ഫോംസോ ഒന്നുമില്ല. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എനിക്ക് കുറേ നാൾക്ക് ശേഷം മറ്റൊരു സന്തോഷം, കുറേ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഇല്ലാത്ത ഒരു വേദിയിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ്. സിനിമയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ പാഷൻ ഫോളോ ചെയ്യാൻ തീരുമാനിച്ച കുറേ ആളുകൾക്ക്
ഇന്ന് അതിനുള്ള ഒരു സ്പേസ് ഉണ്ട്. ശിഫ ഇന്ന് വളരെ സന്തോഷഭരിതമായിട്ടുള്ള ദിവസത്തിലാണ്. അപ്പൊ ഈ സന്തോഷം പ്രകടിപ്പിക്കാനായിട്ട് എല്ലാവരും നല്ലൊരു കൈയടിക്കാവോ? നമ്മുടെ ഈ സിഫയുടെ യാത്ര ആരംഭിച്ചിട്ട് ഇന്നേക്ക് 4 വർഷമാകുന്നു. 2021 തുടങ്ങിയ പ്രസ്ഥാനമാണ്. അന്ന് തുടങ്ങി ഇന്ന് ഇവിടെ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ വി ആർ സോ ഹാപ്പി ബിക്കോസ് ഇന്ന് ഈ വേദി നിറഞ്ഞിരിക്കുകയാണ്. സിനിമയെ ആഗ്രഹിച്ച് സിനിമ പഠിക്കാൻ എത്തിച്ചേർന്ന 100ഓളം വിദ്യാർത്ഥികളുണ്ട്. അതില് കേരളത്തിൽ നിന്ന് മാത്രമല്ല, നമുക്ക് അങ്ങ് ഹൈദരാബാദിൽ നിന്ന് വരെ കുട്ടികൾ ഇവിടെ നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അത് നമ്മൾ വളരെ പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. And we have one more other thing happening after this വിദ്യാരംഭ സെറമണി. 117ഓളം വിദ്യാർത്ഥികളുടെ മുകളിലിരിക്കുന്ന നമ്മുടെ കോൺവക്കേഷൻ ചടങ്ങോട് കൂടി പാസ് ഔട്ട് ആവുകയാണ്. നമസ്തേ. എനിക്ക് കൂടുതൽ സംസാരിക്കാൻ വലിയ ടെൻഷനായി പോയി. ഇതൊക്കെ കണ്ടപ്പോഴേ പേടിച്ചു പോയി. ഒന്നാമത് ലിസ്റ്റിനെല്ലാം മൊത്തം പറഞ്ഞു കഴിഞ്ഞല്ലോ. അല്പമെങ്കിലും കുറച്ച് കൂടുതൽ വച്ചിട്ടാണ് വന്നത്, പക്ഷെ എല്ലാം പോയി കയ്യിൽ. അതുകൊണ്ട് ദൈവത്തോട് അത് ക്ഷമിക്കണം. എല്ലാം നല്ലതേ വരത്തുള്ളൂ. നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പാഷൻ ആൻഡ് കോൺഫിഡൻസ് ആണ്. അതിൻ്റെ ഒരു മിക്സപ്പാണ് ഈ സിഫ. അതിനെല്ലാം കാരണം മിസ്റ്റർ ലിസ്റ്റിനാണ്. ലിസ്റ്റിൻ്റെ ഉറച്ച കാൽവയ്പും അദ്ദേഹത്തിൻ്റെ ടോക്സും ക്ലിയറായ കോൺഫിഡൻസ് ആണ്. എല്ലാത്തിനും ഇറങ്ങി തിരിച്ചു. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ചെയർമാൻഷിപ്പിലോട്ട് വന്നത്. അദ്ദേഹത്തിന് കോൺഫിഡൻസ് ആണ്. താങ്ക് യു മണി. താങ്ക് യു. സിഫയുടെ ഏറ്റവും വലിയ വിജയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംസാരിക്കുന്ന ഷാജിചേട്ടൻ, ക്യാമറയ്ക്ക് പിന്നിൽ മാത്രം സംസാരിക്കുന്ന ഒരു ഷാജിചേട്ടൻ മൈക്ക് എടുത്തുകൊണ്ടിട്ട് വരെ സംസാരിക്കാൻ വരെ ആയത് സിഫ ഒരു വലിയൊരു റീസൺ ആണ്. കാര്യം ഒരുപാട് ആക്ഷൻ സീനുകളെല്ലാം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ച ഷാജിചേട്ടൻ സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൈക്ക് എടുക്കാൻ ഭയങ്കര പേടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആരും ചിലപ്പോൾ വിശ്വസിക്കത്തില്ല. ഞാൻ പോലും ഇങ്ങനെ ട്രെയിനായിട്ടാണ് വന്നത്. അങ്ങനെ സിഫയുടെ ഒരു വേറൊരു, ഞങ്ങളുടെ ചെയർമാൻ ആണെങ്കിലും സിഫയുടെ ഒരു വേറൊരു പ്രോഡക്റ്റ് കൂടിയാണ് ഷാജി കൈലാസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചെയർമാൻ. So that's all about Fahad Fasil, the versatile natural actor. ഷാജി സാർ, ബ്ലസ് സാർ, ബാക്കിയെല്ലാം കൂട്ടുകാരാണ്. ശ്രീ ചേച്ചി ഓഫ് കോഴ്സ്, ബാക്കി എല്ലാവരും സ്ഥിരം കണ്ടുമുട്ടുന്ന ആൾക്കാരാണ്. എന്തായാലും സാറിൻ്റെ ആ AV കണ്ട് മൊത്തം കയ്യിൽ പോയി. ഇപ്പോഴും മാഫിയൊക്കെ കാണുമ്പോൾ നമ്മളൊരു സിനിമ കഴിയുമ്പോഴത്തേക്കും മാഫിയൊക്കെ ഇപ്പോഴും റെഫറൻസ് പോയിന്റ് ആയിട്ട് വരും. നമ്മൾ ചോദിക്കാറുണ്ട്, ഇതേ എങ്ങനെയാണ് ആ ഷോട്ട് എടുത്തത്, ഇത് എങ്ങനെയാണ് ആ സീൻ എക്സിക്യൂട്ട് ചെയ്തത്. അപ്പോൾ താങ്ക് യു ഫോർ ഓൾ ദ ഫിലിം സർ. താങ്ക് യു. ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് ഇവിടെ നിന്ന് നിങ്ങളുടെ AV കാണുമ്പോഴും മറ്റുള്ളവരായിട്ടുള്ള ഇന്ററാക്ഷനിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ പോകാൻ പോകുന്ന ബാച്ചാണല്ലേ? അത് പുതിയ വന്ന ബാച്ച് മേളിലാണ്. ഓക്കെ. സോ വെൽക്കം. ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്കിപ്പം ഇവിടെ ഓഫർ ചെയ്യുന്നത്. എല്ലാ ആർട്ട് ഫോമിനും ഒരു ഓണസ്റ്റി ഉണ്ട്, ഒരു സത്യസന്ധതയുണ്ട്. ആ സത്യസന്ധതയോടെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്രോച്ച് ചെയ്യാം. I wish you all the best with that. And ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാരോട്, your journey is actually starting now. And I hope നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇനി കൂട്ടിമുട്ടട്ടെ. Thank you so much. Thank you. സിഫയുടെ ചാപ്പാകുരിശ് എന്നെ കാസ്റ്റ് ചെയ്യണ്ടെന്ന് എല്ലാരും പറഞ്ഞിട്ട് പുള്ളി എന്നെ കാസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് വിളിച്ചോണ്ട് ഓടി വന്നത്. താങ്ക് യു. സിഫയുടെ ലോഗോ റിവീൽ ചെയ്യുന്നതിനായിട്ട് ഫഫയോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ആളുകളായിട്ടുള്ള ലിസ്റ്റിൻ സർ, വിനീത് പീറ്റർ ആൻഡ് ഷാജി കൈലാസ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. South Indian Film Academy.
സോറി, ഞാൻ ഷാനുവിനോട് ഒരു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈം എല്ലാം കുറച്ച് കഴിഞ്ഞ് പോയി. ഇന്ന് അഭിനയം ഇല്ലാത്തതുകൊണ്ടിട്ട് ഷാനു അത് എനിക്ക് വേണ്ടി ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഷാനു. കാരണം പുതിയ ആൾക്കാർ, പുതിയ പിള്ളേർ ഇവിടെ വരുമ്പോൾ ഷാനു അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം ഡയറക്ടർ പുളിശ്ശേട്ടന് അല്ലെങ്കിൽ സഞ്ജയ് എല്ലാവരും ഇപ്പോൾ ഇവിടെ ഉള്ളപ്പോൾ ഇവർക്കൊരു വലിയ സന്തോഷമാവും എന്നുള്ളത് കൊണ്ടിട്ട് മാത്രമാണ് ഷാനു നിങ്ങൾ വിളിച്ചത്. ഷാനുവിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, സിഫയിലുള്ള എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ബ്ലസ്ചേട്ടനും ഷാജി സാറും പങ്കെടുക്കുന്ന ഒരു ഇവന്റിൽ എന്നെ വിളിച്ചാൽ ഒന്നും അല്ലെങ്കിൽ ഞാൻ പോകും. പക്ഷെ ഇന്നിവിടെ വന്നത് നിങ്ങളായിട്ടൊരു ഫ്ലാഗ് ഓഫാണ്. ഓൾ ദി ബെസ്റ്റ്. ഞാൻ വീണ്ടും പറയാണ്, ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്, ആൾക്കാർക്ക് കിട്ടാത്ത ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പ്ലീസ് യൂസ് ഇറ്റ് ടു ദ ബെസ്റ്റ്. അത് വളരെ സിൻസിയർ ആയിട്ട് തന്നെ നിങ്ങൾ അത് യൂസ് ചെയ്യുക. ആൻഡ് സിഫ പോലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. സ്പെഷ്യൽ താങ്ക്സ് ടു ലിസ്റ്റിൻ and all the faculty and other students and other members. All the best. Thank you. വന്നതിൽ ഒരുപാട് സന്തോഷം. Thank you. സോ അങ്ങനെ നമ്മുടെ ഫാമിലിയുടെ ഒരു ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നത് ഒരിക്കൽ കൂടി ഫാസിലിനെ ഒത്തിരി വലിയ സ്നേഹത്തോടെ ഒരു നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം. വളരെ സന്തോഷമുള്ള നിമിഷങ്ങളാണ്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. ഞാനിവിടെ ഇരുന്നപ്പോൾ ആലോചിക്കുകയായിരുന്നു, ഞാൻ എൻ്റെ ഡിഗ്രി കാലഘട്ടത്തിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ ആഗ്രഹിച്ച് ഒരു 2 തവണ ടെസ്റ്റ് എഴുതി പാസ്സാകാതെ പോയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നീട് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻ്റർവ്യൂവിന് പോവുകയും എനിക്കൊരു ആക്ടിങ് കോഴ്സിനാണ് എനിക്ക് അവർ സെലക്ഷൻ കിട്ടുന്നത്. ഞാൻ കൊടുത്തത് സിനിമാറ്റോഗ്രാഫി ആയിരുന്നു. പക്ഷെങ്കിൽ ഫിസിക്സും ഒക്കെ ആണ് വേണ്ടിയിരുന്നത്. പക്ഷെ ഞാനൊരു സുവോളജി പഠിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സ് ഞാൻ പ്രീ ഡിഗ്രിക്ക് ഉപേക്ഷിച്ച ഒരാളാണ്. കോളേജിലൊക്കെ നാടകങ്ങൾ അഭിനയിച്ചത് കൊണ്ടായിരിക്കാം, അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ വെച്ചിട്ടായിരിക്കാം ആക്ടിങ് കോഴ്സിന് കിട്ടിയത്. പക്ഷെ ഞാൻ അത് സ്വീകരിക്കാതെ മടങ്ങുകയും പിന്നീട് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ലിസ്റ്റിൽ പറഞ്ഞ പോലെ ഒരു അവസരം ചോദിച്ച് ഇങ്ങനെ നടന്ന് അവസാനം തീരുമാനിച്ചു 1985 അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഒരു സിനിമയിലെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടറായി സൂയിസൈഡ് ചെയ്തേക്കാമെന്ന് തീരുമാനിച്ചു. ഒരു വർഷം ജീവിതത്തിന് വേണ്ടി ബാക്കി കൊടുക്കുക ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ്. ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. ഒരു സിനിമയിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറെങ്കിലും ആകണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു. അങ്ങനെയാണ് 1986 നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന് പറയുന്ന നമ്മളെ ഏറ്റവും ആരാധിക്കുന്ന സ്നേഹിക്കുന്ന പത്മനാഭൻ സാറിലൂടെ ഒരു അവസരം ലഭിച്ചതുകൊണ്ടാണ് എനിക്കിങ്ങനെ ആയുസോടെ നിൽക്കാൻ കഴിയുന്നത്. അപ്പം നേരത്തെ ലിസ്റ്റിനും പലരും സൂചിപ്പിച്ച പോലെ സിനിമ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ തൊഴിലല്ല. എൻ്റെ അടുത്ത് ഞാൻ പത്മനാഭൻ സാറിനോട് വർക്ക് ചെയ്തതിന് ശേഷം മറ്റു പലരുടെ അടുത്ത് വർക്ക് ചെയ്യാൻ സാധ്യത വരുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ഗുരുവിനടുത്ത് ചെന്ന് ചോദിച്ചു, ഇങ്ങനെ വേണിച്ചേട്ടൻ വേണുനാഗവള്ളി വിളിച്ചിട്ടുണ്ട് വർക്ക് ചെയ്യാൻ, പൊക്കോട്ടെ സാറേ എന്ന് ചോദിച്ചു. പൊക്കോളൂ, പക്ഷെ ഇതൊരു തൊഴിലാക്കരുത്. സിനിമ ഒരു തൊഴിലല്ല. കാരണം സിനിമ അതിൻ്റെ മുകളിലാണ്. തൊഴിൽ നമ്മൾ എപ്പോഴും ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ റിട്ടയർ ചെയ്ത് നമ്മൾ സ്വസ്ഥമാകാറുണ്ട്. എനിക്കൊന്നൊരു കലാകാരനും കലാകാരികൾക്കും ഒന്നും അത്തരം സ്വസ്ഥതയില്ലാത്ത ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയാണ് നിങ്ങൾ തുടങ്ങുന്നതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആടുജീവിതം പോലെ ഒരു സിനിമ ചെയ്ത് ഞാൻ എത്ര അവാർഡ് കിട്ടാഞ്ഞിട്ടല്ല, ഞാൻ എൻ്റെ അടുത്ത സിനിമയെക്കുറിച്ച് ഞാൻ അസ്വസ്ഥനാണ്. കാരണം അടുത്തത് എന്താണ് എൻ്റെ സിനിമ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് മാറുന്നത്. ഇപ്പം ജീവിതത്തിൻ്റെ അവസാനം വരെയും ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കുവാനായിട്ടുള്ള ആദ്യ പാഠം കുറിക്കുന്ന നിമിഷങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പം അത്തരത്തിലുള്ള ഭാഗ്യം, പ്രത്യേകിച്ച് ഒരുപാട് ട്രെയിനികൾ, ഒരുപാട് വ്യത്യസ്തരായ ആൾക്കാർ പല രംഗത്തു നിന്ന് വന്ന് നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി വരുന്നു. ഞാൻ ലിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് എന്നെ ഒഴിവാക്കുകയാണെങ്കിൽ ഞാൻ ഒരു ദിവസം മുഴുവൻ വന്ന് ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നു
ഈ അവസരമായി എൻ്റെ അടുത്ത് എൻ്റെ ക്ലാസ് എടുക്കണ്ട എന്നുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ലിസ്റ്റൻ പറഞ്ഞ് ഇന്ന് തന്നെ വരണം എന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അവൻ കാരണം അങ്ങനെ വിദ്യാർത്ഥികളോടും പുതിയ തലമുറയോടും സിനിമയോടും ഒക്കെ സംസാരിക്കാൻ ആഗ്രഹമുള്ള ഒത്തിരി ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ. അപ്പം അത്തരത്തിലുള്ള വലിയ അവസരങ്ങൾ ലഭിക്കുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഭാഗവാക്കാകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞു എന്നുള്ളത് നാളത്തെ സിനിമയോടുള്ള നിങ്ങളുടെ മോഹമല്ല അതിമോഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിപ്പിക്കുന്ന മോഹം ഉണ്ടാവണം. അവിടെയാണ് നിങ്ങൾക്കെല്ലാം ഏറ്റവും മുന്നിലേക്ക് എത്താൻ കഴിയുന്നത്. അല്ലാത്തവരൊക്കെ ചിലപ്പോൾ ആത്മഹത്യയോ ഒക്കെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോകും. കാരണം നമുക്ക് ജീവിതം അത്രയധികം ജീവിതം വളരെ സുന്ദരമാണ് ജീവിക്കാൻ അറിയാമെങ്കിൽ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ലിസ്റ്റിന് ഒരു നന്ദി പറയട്ടെ ഈ ഒരു വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന്. എന്താ പറയുക, ഞാൻ ഡബിങ് തുടങ്ങുന്ന സമയം തൊട്ടുള്ളതാണ് ഷാജിയേട്ടൻ അന്ന് ഷാജിയേട്ടൻ അസിസ്റ്റന്റ് ആയിരിക്കുന്ന സമയം തൊട്ട് ഞാൻ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ഡബ് ചെയ്ത് തുടങ്ങിയതാണ്. ലെസി സാറിൻ്റെ പടത്തിലും ഡബ് ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. തന്മാത്ര, ലിസ്റ്റിൻ്റെ പടങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. സഞ്ജയ് എല്ലാവരുടെ കൂടിയും വർക്ക് ചെയ്യാൻ എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഞാൻ 1975 മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അരവിന്ദൻ സാറിൻ്റെ ഉത്തരായണം എന്ന് പറഞ്ഞ പടത്തിൽ. 1973 ബേബി ആർട്ടിസ്റ്റായിട്ട് അഭിനയത്തിലൂടെയാണ് തുടക്കം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ആരോ പറഞ്ഞതുപോലെ സിനിമയിൽ എൻട്രി ആയി കഴിഞ്ഞാൽ നമ്മൾ സിനിമയിൽ അഭിനയമാണോ അല്ലെങ്കിൽ ഡബിങ് ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ക്രിയേറ്റീവ് വിഭാഗത്തിലേക്കോ എങ്ങനെ വേണമെങ്കിലും നമ്മൾ ലാസ്റ്റ് വരെ ഇതിനകത്ത് തന്നെ ഉണ്ടാകും. ഒരു നിയോഗം പോലെയാണ്. സിനിമയെ സ്നേഹിച്ചാൽ ഒരിക്കലും സിനിമ നമ്മളെ വിടില്ല. അതിന് എൻ്റെ ജീവിതം തന്നെ വലിയൊരു അനുഭവമാണ്. കാരണം ഇതിപ്പോൾ 52ാമത്തെ വർഷമാണ് ഞാൻ ഇവിടെ ഉള്ളത്. ഇന്നും എനിക്ക് ദൈവം അനുഗ്രഹിച്ച് ലിസ്റ്റിൻ്റെ ലേറ്റസ്റ്റ് ഫിലിമിലും ഡബ് ചെയ്യാൻ പറ്റി. ഇഡിയിൽ ഡബ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതിന് പ്രായമോ അല്ലെങ്കിൽ ശബ്ദം ഇങ്ങനെയായിരിക്കണം അങ്ങനെയായിരിക്കണം സ്വീറ്റ് ആയിരിക്കണം ഇതൊന്നും ഇവിടെ വിഷയമല്ല. നമ്മൾ ചെയ്യുന്ന റോളിനോട് നമ്മൾ ചെയ്യുന്ന ക്യാരക്ടറിനോട് നീതി പുലർത്തുക. ആത്മാർത്ഥമായി 100% നമ്മൾ അതിലേക്ക് അത് ഉൾക്കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. ഒരു സമയത്ത് ഈ ഒരു വിഭാഗത്തിൽ ശ്രീജയുടെ ശബ്ദം പറ്റില്ല, ശ്രീജ മാറിക്കോളൂ, വേറെ ജോലിക്ക് പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞ ഒരു സമയം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നിയൊരു സംഭവമായിരുന്നു. പക്ഷെ ഇതൊന്നും എന്താ പറയുക, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ 100% ആത്മാർത്ഥതയോടുകൂടി ഈ പറയുന്ന പോലെ ഒരു പാഷനായിട്ട് തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് അതേ എനിക്ക് ദൈവാനുഗ്രഹിച്ച് 4 കേരള സ്റ്റേറ്റ് അവാർഡും 1 തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡും ഞാൻ ബെസ്റ്റ് ഡബിങ് ആർട്ടിസ്റ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അന്ന് എന്നോട് ആ പറഞ്ഞ വ്യക്തി പറഞ്ഞത് കേട്ട് ഞാൻ നിരാശപ്പെട്ട് ഈ ഫീൽഡ് വിട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റില്ല. സോ നിങ്ങളുടെ ഇടയിലും ഇതുപോലെ നെഗറ്റിവിറ്റി പറയാനും എല്ലാം ഉണ്ടാവും. പക്ഷെ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു വേദിയാണ് കിട്ടിയിരിക്കുന്നത്. ലിസ്റ്റിൽ തുടങ്ങിയിരിക്കുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇത് ശരിക്കും നമ്മളൊക്കെ മറ്റുള്ള സീനിയേഴ്സ് ഡബ് ചെയ്ത് കണ്ടിട്ടാണ് പഠിച്ചത്. പിന്നെ ഡയറക്ടേഴ്സും അസിസ്റ്റൻസും എല്ലാം പറഞ്ഞു തരുന്ന വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു ക്രാഫ്റ്റ് അത് എങ്ങനെയെങ്കിലും മെച്ചപ്പെടുത്തി കൊണ്ടുവന്നത്. അങ്ങനെയാണ്, അല്ലാതെ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ടോ ഒന്നുമല്ല. അപ്പം നിങ്ങൾക്ക് ഇവിടെ എല്ലാം പഠിക്കാനുള്ള ഒരു വേദി ഇവിടെ കിട്ടിയ സ്ഥിതിക്ക് അത് യൂട്ടിലൈസ് ടു ദ ബെസ്റ്റ്, മാക്സിമം നന്നായിട്ട് അത് ഉപയോഗിച്ച് ഒരുപാട് നല്ല സിനിമകൾക്ക് ഭാഗമാകാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ഒരുപാട് ഡബിങ് ആർട്ടിസ്റ്റുകൾ മാത്രമല്ല എല്ലാ ക്രാഫ്റ്റിലും നിങ്ങൾക്ക് എക്സലായി വരാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഓൾ വൺസ് അഗെയിൻ ഫോർ ഹാവിംഗ് മീ ഹിയർ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഷാജി സർ, സമീർ, ലിസ്റ്റിൻ, രാജേട്ടൻ, ലെസി സർ, ജെയ്ക്സ്, ശ്രീജ മാം, ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സിനും ആദ്യം തന്നെ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഈ ഒരു ദിവസത്തിന്റെ ഭാഗമാവാൻ പറ്റിയതിൽ. ലിസ്റ്റിന് ഒരു സിഫ ഉണ്ടെങ്കിൽ എനിക്കൊരു SRMC ഉണ്ട്. അവിടെ 6 മണിക്ക് പരിപാടിയുണ്ട്. അത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്നത്. കാരണം വേറൊന്നുമല്ല, ഈ കുട്ടികളുടെ പാസ് ഔട്ടിന്റെ ഭാഗമാവാന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്.
പിന്നെ സിഫയിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി മാജിക് ഫ്രെയിംസിലേക്ക് റിക്രൂട്ട്മെന്റ് കിട്ടാൻ ഭയങ്കര ഒരു പോസിറ്റീവ് ഇതുണ്ട്. കാരണം എനിക്കറിയാം, ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ കുട്ടികളെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ പാട്ടുകൾ പഠിപ്പിക്കുന്നത്. പിന്നെ നേരത്തെ ഫഹദും എല്ലാവരും പറഞ്ഞ രണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്കുകളാണ്. ഒന്ന് പാഷൻ ആൻഡ് ഒന്ന് ഓപ്പർച്യൂണിറ്റി. ഇപ്പം ഞാനും ജെയ്ക്സ് ഒക്കെ ഒരുമിച്ച് തുടങ്ങിയ ആളുകളാണ്. നമ്മൾ ആൽബംസ് ഒക്കെ ഒരുമിച്ച് ചെയ്ത് അത്രയും പാഷനോട് കൂടി വർക്ക് ചെയ്തിട്ടാണ് ഇന്ന് ഇത്രയും വലിയ ആളുകളുടെ കൂടെ നമുക്ക് ഒരുമിച്ച് ഇരിക്കാൻ പറ്റുന്നത്. അതിൽ തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പൊ സിഫ ഇന്ന് പാസ് ഔട്ട് ആവുന്നവർക്കും സിഫയിലേക്ക് വരുന്നവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരുപാട് ഒരുപാട് സ്നേഹം. താങ്ക് യു. വെരി ഗുഡ് ഈവനിങ് എവരിബഡി. ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഷാജിയേട്ട, ലസി സർ, സഞ്ജയ് ചേട്ടൻ, രാജ് സർ, ഷമീർ, ശ്രീജ മാം, ഷാൻ. ആദ്യം തന്നെ പറയട്ടെ, ഇന്ന് രാവിലെ രാധാകൃഷ്ണൻ സാറിന്റെ ഒരു കോൾ ഉണ്ടായിരുന്നു. ജെയ്ക്സ് സ്റ്റെംസ് എപ്പോൾ വരും എന്നാണ് വിളിച്ചത്. ഇത് കണ്ടോണ്ടിരിക്കുന്ന പ്രൊഡ്യൂസർ ജെയ്ക്സ് പണിയെടുക്കാതെ എന്താ ചെയ്യുന്നതെന്ന് കൂടെ ചോദിക്കുന്നുണ്ടാവും. ഇത് ലിസ്റ്റിൽ ആരെങ്കിലും സംഭവിക്കാൻ പോകുന്ന വേറെ കാര്യമാണ്. ഞാൻ പറയുന്നത് വെൽക്കം ടു ദിസ് കൺഫ്യൂസ്ഡ് ഓൾസോ. ലോട്ട് ഓഫ് ഓർഗനൈസ്ഡ് കൺഫ്യൂഷൻ ആൻഡ് എന്താ പറയാ, ഞാൻ ഇതിൽ വരാൻ ഏറ്റവും വലിയ ഒരു കാരണം എന്ന് വെച്ചാൽ ഐ തിങ്ക് ഈ ഒരു തിരക്കിനടിക്കും ഞാൻ ലിസ്റ്റിന്റെ വലിയൊരു എന്താ പറയാ, നിങ്ങളെല്ലാം കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് നിങ്ങളുടെ ചെയർമാൻ. അതായത് പുള്ളി പ്രൊഡ്യൂസറാണ്, പുള്ളി അതിന്റെ കൂടെ മറ്റു പല വേരിയസ് ബിസിനസ്സുകളും വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തുന്നത്. മൾട്ടി ടാസ്കിന്റെ ഒരു എപ്പിറ്റോമാണ് ലിസ്റ്റ്. അതെങ്ങനെ സംഭവിക്കും, എങ്ങനെ സാധിക്കുമെന്ന് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. കാരണം ഈ ആഗ്രഹങ്ങൾ എനിക്കുണ്ട്. ഇത് എങ്ങനെ അടുത്ത ലെവലിലോട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ലിസ്റ്റിന്റെ കൂടെ നിൽക്കുന്ന ഡിസിഷൻ ഡെലിഗേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പവറും കൂടെ ഉണ്ട്. അപ്പൊ അവർക്കെല്ലാവരും, അഖിലിനെ പോലുള്ളവരെയും എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്കും ഈ സിനിമയിലോട്ട് വരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, കൊളാബറേഷൻ, ഏർലി കൊളാബറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ തിങ്ക് യു ഷുഡ് ഫൈൻഡ് ദ റൈറ്റ് പീപ്പിൾ ടു വർക്ക് വിത്ത് ആൻഡ് യു ഷുഡ് ഫോം ദാറ്റ് കൈൻഡ് ഓഫ് ഒരു തരം. ഇപ്പൊ ഷാൻ നേരത്തെ പറഞ്ഞാലും ഞങ്ങൾ മലയാളം തുടങ്ങുമ്പോൾ ഐ ഹാഡ് എ കംഫർട്ട് സോൺ. അത് കഴിഞ്ഞിട്ട് ഐ ഹാഡ് എ സെറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് കംഫർട്ടബിൾ എഡിറ്റർ. ഇപ്പൊ ഷമീർ അറിയാം, ഷമീറും ഞാൻ ശ്രീജിത്തും കളക്ടർ എന്ന് പറഞ്ഞ സിനിമ അല്ലേ, ഓൾമോസ്റ്റ് 15 years ago. ഷമീർ അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറാണ്, ശ്രീജിത്ത് സാറാണ് അന്ന് എന്റെ ക്ലോസ് ഫ്രണ്ട്. ഞങ്ങൾ അന്ന് വി ഹാഡ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ടു സപ്പോർട്ട് us. ഞങ്ങളുടെ വീക്ക്നെസ്, ഞങ്ങളുടെ സ്ട്രെങ്ത് പറയുന്ന ആൾക്കാരുടെ കൂടെ ട്രാവൽ ചെയ്തു. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഷുഡ് സ്റ്റാർട്ട് ഏർലി കൊളാബറേഷൻ ആൻഡ് ഐ വുഡ് സേ ഫെയിൽ ഏർലി. ആദ്യം ചെയ്യുന്നതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കാം. പാട്ട് ശരിയാവുന്നില്ല, എഡിറ്റ് ശരിയാവുന്നില്ല, ഡയറക്ഷൻ ശരിയാവുന്നില്ല. ദാറ്റ്സ് ഓക്കെ. ഫെയിൽ ഏർലി. എത്രത്തോളം ഞാൻ 2013 എന്റെ എക്സാമ്പിൾ 2013 തുടങ്ങിയിട്ട് ഒന്ന് എനിക്കൊരു ഹോപ്പ് കിട്ടുന്ന പറയുന്നത് 18-19 ഓൾമോസ്റ്റ് 6 years കഴിഞ്ഞിട്ടാണ് എന്താ പറയാ പൊറിഞ്ചും പറയാൻ അല്ലെങ്കിൽ രണം പോലെ സിനിമകൾ വരുന്ന പീപ്പിൾ സ്റ്റാർട്ട് നോട്ടീസിങ്. അപ്പം യു ഫെയിൽ ഏർലി ബട്ട് കീപ് ഓൺ വർക്കിംഗ്. പിന്നെ ഇപ്പൊ നിങ്ങളുടെ മുമ്പിലുള്ള ഒരു വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്, അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ചാലഞ്ചാണ്. AI is in your doorstep. അത് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോഴ്സ് അല്ല. യു ഷുഡ് everybody around the world is charging for it, is gearing up for it. കാരണം നമുക്കറിയാം the kind of screenplay or the kind of vision or the kind of ideas, the kind of script narration or the kind of thoughts that you get from a bot is amazing. അത് നമ്മൾ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ഹ്യൂമൻ ഇൻജെന്യൂറ്റിനെ കടമെടുത്തോണ്ട് വി ക്യാൻ സേ ഇല്ല അതൊന്നും പോരാ, അതൊന്നും മനുഷ്യരുടെ അത്ര പേരില്ല, ബട്ട് മനുഷ്യരെ പോലെ തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു നമ്മൾ ഇന്നോവേറ്റ് ചെയ്യേണ്ട ഒരു അത്യാവശ്യമായ ഘട്ടത്തിലാണ്. ആസ് എ നേഷൻ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും, there is lot of things to catch up in terms of innovation. അപ്പം നിങ്ങൾ ആർട്ടിസ്റ്റിക് ആയിട്ട് പഠിക്കുന്നതോടുകൂടി ഒരു ടെക്നോളജിക്കൽ എഡ്ജും നിങ്ങൾക്ക് വേണം. കീപ് എ ഫുട്ട് ഓൺ ദാറ്റ്. ട്രൈ ടു ലേൺ അബൌട്ട് ദ ന്യൂ ടൂൾസ്, ട്രൈ ടു ലേൺ വാട്ട്സ് അപ്കമിങ്. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൂടാതെ ദെൻ ഇവരെല്ലാം പറഞ്ഞ കടമെടുക്കും. സാറും സഞ്ജയ് പറഞ്ഞ പോലെ ഒരു ഡീപ് പാഷൻ, അതില്ലാതെ ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ഇതൊരു ജോലിയല്ല, this is going to be a day and night you're going to sleep with this. രാത്രി നമ്മുടെ പിള്ളേരോട്, ഞാൻ മാരീഡ് ആണ്, പിള്ളേരുണ്ട്, when you go to them, അടുത്ത ക്യൂ എന്തായിരിക്കണം, ഞാൻ അടുത്ത അസൈൻമെന്റ് എന്തായിരിക്കണം, ഈ പടത്തിൽ ഈ പാട്ട് റെഡിയായി. ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. നിങ്ങൾ ഡയറക്ടേഴ്സ് അപ്പോൾ പറയുക പോലും വേണ്ട, ഈ മൾട്ടി ടാസ്കിങ് തന്നെയായിരിക്കും അവിടെ. എത്രയോ പേരുടെ എത്രയോ ഡിപ്പാർട്ട്മെന്റ്സിനെ മാനേജ് ചെയ്യണം. ഞാൻ പറയും, ഒരു സ്റ്റാർട്ടപ്പ് നടത്തുന്നതിനേക്കാളും പാടാണ് ആക്ച്വലി ഒരു സിനിമ തീർക്കാൻ. പക്ഷെ ആർക്കും നമ്മൾ ആ ക്രെഡിറ്റ് തരുന്നില്ല. അവരൊരു എന്റർടൈൻമെന്റ്, ഒരു പീസ് ഓഫ് എന്റർടൈൻമെന്റ് ആയിട്ടാണ് കരുതുന്നത്.
പക്ഷെ ഐ വുഡ് സേ ഇവിടെ ഒരു ടെക് കമ്പനി നടത്തുന്നതിനെക്കാട്ടിലും വലിയ ഒരു ബുദ്ധിമുട്ടാണ് ഒരു സിനിമ ഫ്രം ദ ടോപ്പ് ടു എൻഡ് മനോഹരമായിട്ട് ആൾക്കാരിൽ എത്തിച്ച് അത് പിന്നെ കീറി മുറിക്കുന്നു, അതൊക്കെ അവരുടെ ഇഷ്ടം. ബട്ട് ദി എമൗണ്ട് ഓഫ് എഫേർട്ട്, ദി ജെന്യുവൻ എഫേർട്ട് ദാറ്റ് ഗോസ് ഇൻടു ഇസ് ഹ്യൂജ്. അപ്പൊ അത് നിങ്ങൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യണം. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ജേർണി. ഇഫ് യു ഹാവ് ലോട്ട് ഓഫ് പാഷൻ ഫോർ ഇറ്റ്, ഐ വുഡ് സേ നമ്മൾ ഓരോ ദിവസവും നമുക്ക് ശരിക്കും ഒരു ത്രില്ല് തരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒരു പീസ് ഓഫ് വർക്ക് ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്ത് അതിനെ ഒരു സന്തോഷം കണ്ടെത്തുന്നു എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് വൈ വി ആർ ഹിയർ. ഞാൻ സാറിനോട് രാജ് സാറിനോട് ഇരുന്ന് ഫൈനൽ അറ്റ്മോസ്ഫിയർ മിക്സ് കേൾക്കുമ്പോൾ നമ്മുടെ വർക്ക് തീർന്നു, അത് കഴിഞ്ഞ് സൈൻ ഓഫ് ചെയ്യുന്ന ഒരു സന്തോഷം വേറെ ഒന്നിനുമില്ല. എന്നിരുന്നാൽ കൂടി ലൈഫും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം. യു ഷുഡ് ഹാവ്, എന്താ പറയുക, നിങ്ങളുടെ ഫാമിലി ലൈഫും നിങ്ങളുടെ പാരന്റ്സിനോടുള്ള കടപ്പാട് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് എല്ലാവരോടും പറയാം, കാരണം എൻ്റെ ജീവിതത്തിലൂടെ ഞാനിതിപ്പം ഒരു ഹാഫ് വേ ത്രൂ ഐ എം ഗോയിങ് ത്രൂ ഇറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ യു ഷുഡ് ഹാവ് എ നൈസ് വേ ടു ബാലൻസ് ദീസ്. കാരണം ഒരു സൈഡിലോട്ട് മാത്രം പോയാൽ അതും പ്രശ്നമാണ്. സോ എനിവേ, ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദീസ് ആർ ഇമ്പോർട്ടന്റ് തിങ്സ്. ദാറ്റ്സ് വൈ ഐ വാണ്ടഡ് ടു ഷെയർ. ഓൾ ദ വെരി ബെസ്റ്റ് ടു യു ആൻഡ് ഗുഡ് ലക്ക്. ആൻഡ് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു. എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. കൂടെയുള്ള എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കൂടെ പഠിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞാൻ അവിടെ നിൽക്കാൻ കാരണമായ എൻ്റെ വൈഫിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത സിഫ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഇവന് കൊടുക്കാൻ കാര്യം എനിക്ക് ഒരിക്കലും ബെസ്റ്റ് സ്റ്റുഡന്റ് ആകാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ബെസ്റ്റ് സ്റ്റുഡന്റ് ആയ ഒരാൾക്ക് അവാർഡിന് കൊടുക്കാനായിട്ട് പറ്റൂല. അതുകൊണ്ടിട്ടാണ് ഞാനായിട്ട്